മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു തന്റെ മുമ്പിൽ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണപാത്രം വന്നിരിക്കാൻ, സുഭിക്ഷമായ ഭക്ഷണം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ വലിയ പണക്കാരൻ കൂടിയായിരുന്നു, സമ്പന്നനായിരുന്നു. എന്നിട്ടും പക്ഷേ ആ ഭക്ഷണപാത്രം തന്റെ മുമ്പിൽ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവവുമായി ഓർത്തുകൊണ്ട് കരയാൻ തുടങ്ങി. മിസ്സാബ്, പ്രിയപ്പെട്ട മിസ്സാബ്, മരണനേരത്ത്, ഷഹീദായി കിടക്കുന്ന നേരത്ത് അങ്ങയുടെ മൃതദേഹത്തിലേക്ക് പുല്ലുകൾ കൊണ്ടുവച്ചിട്ട് അടക്കാൻ ശ്രമിച്ചപ്പോഴും പുതപ്പുകൊണ്ട് അങ്ങയെ മറക്കാൻ ശ്രമിച്ചപ്പോഴും അതിനു മാത്രം സാധ്യമാകാതെ പോയിരുന്ന ഒരു കാലം ഞങ്ങളുടെ ദൈന്യതയുടെ കാലമായി ഓർക്കുന്നുണ്ടല്ലോ. ഇന്നിപ്പോ എൻ്റെ ഭക്ഷണത്തലിക നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞ് വിതുമ്പിക്കരഞ്ഞു ആ മനുഷ്യൻ. എന്നിട്ട് ആ ഭക്ഷണം മാറ്റിവെച്ച് ആ നോമ്പുതുറയുടെ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കാതിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ഓർക്കുക. ലാളിത്യവും വിനയവും കൊണ്ടാണ് ഒരു ജനത ജയിച്ചത്. ആഹ്ലാദങ്ങളുടെ തിമിർപ്പുകൾ കൂടിയത് കൊണ്ടല്ല ഒരു ജനതയും ജയിച്ചത്. അതുകൊണ്ട് എല്ലാ വിജയവും നമുക്ക് നൽകുന്നത് ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്ത ബോധ്യമാണ് നമുക്കുണ്ടാവേണ്ടത്.